ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ആണ്. ഡൽഹി ടു പാനിപ്പറ്റ്. രാവിലെ ഒരു 8:30 ആയപ്പം ഞങ്ങൾ റെഡിയായി ഇറങ്ങാൻ തുടങ്ങിയാണ്. ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ആണ്. എല്ലാവരും കണ്ട് അഭിപ്രായം പറയണം. തെറ്റൊക്കെ കാണുമായിരിക്കും, ക്ഷമിക്കുക. എവിടെ എത്തി നമ്മളിപ്പം സരായ് കാലെ ഖാൻ ആയിട്ടുണ്ട്. ലെഫ്റ്റ് കണ്ടിട്ട് പോയ ആനന്ദ് വിഹാർ, ലെഫ്റ്റ് ആനന്ദ് വിഹാർ, ഗാസിയാബാദ്. നമ്മൾ നേരെ പോയി ITO രാജ്ഘട്ട് വഴി നേരെ നമ്മൾ പോകും. NH44 ഇപ്പൊ എവിടെ എത്തി? നമ്മൾ നേരെ രാജ്ഘട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ലെഫ്റ്റ് സൈഡിലോട്ട് പോയാൽ ഭാരത് മണ്ഡപമാണ്. പുതിയ ഇന്നാളത്തെ ഉണ്ടാക്കിയ സാധനമില്ലേ അത്. ഇന്ത്യ ഗേറ്റിലോട്ട് പോകുന്ന റൂട്ടാണ്. നേരെ ITO, രാജ്ഘട്ട് ITO മെട്രോ സ്റ്റേഷൻ നേരെ പോകുന്നതാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ. വെയിൽ ചെറുതായിട്ട് ഉറച്ചെങ്കിലും തണുപ്പിനൊരു കുറവുമില്ല. നമുക്ക് ചെറിയ ചെറിയ ചായക്കടകൾ വെച്ചിട്ടുണ്ട്. തണുപ്പായത് കാരണം നേരെ ആസാദ്പൂർ, കർണാൽ. ആസാദ്പൂർ ഡൽഹിയിലെ ഏറ്റവും വലിയ സബ്ജി മണ്ടിയാണ്. എല്ലാ സാധനങ്ങളും ആസാദ്പൂർ. ഏകദേശം ഓൾഡ് ഡൽഹി സ്റ്റേഷൻ്റെ അടുത്ത്
വണ്ടിയുണ്ട്. ഓക്കെ. ലെഫ്റ്റ് സൈഡിലോട്ട് ഡൽഹി വിധാൻസഭയും ഡൽഹി യൂണിവേഴ്സിറ്റി നോർത്ത് ക്യാമ്പസ് ലെഫ്റ്റ് സൈഡിലോട്ടാണ് പോകുന്നത്. രാവിലെ പെട്രോളുകളുടെ ഒക്കെ മാർക്കറ്റ് തുറന്നു. ഇവിടെ ഇത് നാഗ്പൂർ. നാഗ്പൂർ. ഇതെവിടെ അവൾ എത്തിയപ്പോ? നേരെ ಒಂದು ಆಕಾಶ್ಪುರ್, ರೋಹಿಣಿ, ಪಾನಿಪತ್, ಮುರಾರಿ. രോഹിണി താഴെയുള്ളതാണ് പാനിപ്പത്ത്. എന്തോ ഇല്ല. രാവിലെ നല്ല രസത്തെ. ഇത് നോർത്ത് ക്യാമ്പസിന്റെ ഏരിയ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടുത്തെ തണുപ്പ് വീണ്ടും കൂടി. നല്ല തണുത്ത കാറ്റുമുണ്ട്, അല്ലാത്ത മൂടലുമാണ്. നമ്മളിപ്പം സിംഗു ബോർഡറിൻ്റെ അവിടുത്തെ ഫ്ലൈഓവറാണ്. പക്ഷേ ഒരു സൈഡിൽ പണി നടക്കുന്നുണ്ട്, ഒരു സൈഡിൽ കൂടെ ട്രാഫിക് പോകുന്നത്. ഓക്കെ, നമ്മൾ സിംഗു ബോർഡർ എത്താറായി. ഡൽഹി കഴിഞ്ഞപ്പോൾ ഹരിയാനയിലോട്ട് ഡൽഹി ബോർഡർ കയറാൻ പോകുന്നു. ആ ബോർഡിനകം ഡൽഹി കഴിഞ്ഞു. അപ്പോൾ നമ്മളങ്ങനെ ഹരിയാനയിലോട്ട് കയറി. ഓക്കെ, ഹരിയാനയായി. ഇനിയുള്ള യാത്ര ഹരിയാനയിലൂടെയാണ്. ഇത് നാഷണൽ ഹൈവേ 44 ആണ്. ഡൽഹിനെ കയറിയായിരുന്നു നാഷണൽ ഹൈവേയിൽ. ഞാൻ പറയാൻ വിട്ടുപോയതാണ്. NH 44 ആണ്. ഇവിടെ ഇപ്പോൾ ഡൽഹിയൊക്കെ കൂടുതൽ തണുപ്പാണ്, നല്ല കാറ്റുമുണ്ട്. വണ്ടിയിൽ ഇരിക്കുന്നുണ്ട് കാറ്റ് തോന്നുന്നത്. മനസ്സിലായി, അല്ലെങ്കിൽ വെളി അല്ലാതെ കാറ്റൊന്നും അടിക്കുന്നില്ല. ഹൈവേ കൂടെ നല്ല സ്പീഡിൽ പോകുന്നുകൊണ്ടാണ് കാറ്റ് തോന്നുന്നത്.
നമ്മളിപ്പോൾ പോകുന്നത് ഒരു 55-60 കിലോമീറ്റർ സ്പീഡിലാണ്. അത് കുറച്ചുകൂടി ഓടിക്കാൻ പറ്റില്ല. കൂടെ 4 ലൈനാണിത്. ഇത് കുറച്ച് 4 ലൈനല്ല 8 ലൈൻ. ഓക്കെ, കുറച്ച് സ്ഥലങ്ങളിൽ 6 ലൈനും ഉണ്ട്. അതിൽ കുറച്ച് ഓടിച്ചാൽ പണി കിട്ടും. ഇവിടുന്ന് ദാബോളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പോകേണ്ടത് മൂർത്തൽ. നമ്മൾ കാണും ഇത് ഈ വീഡിയോ. നമ്മൾ മൂർത്തലാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പ്ലാൻ ചെയ്തത്. മൂർത്തലിന് ഒരു 12 കിലോമീറ്ററുടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, 15 മിനിറ്റ് കാണിക്കുന്നത്. ഹരിയാനയിൽ എവിടെ നോക്കിയാലും കള്ള് ഷാപ്പാണ്. രാവിലെ മുഴുവൻ 24 hours ഉണ്ടാകും കേട്ടോ. ഇത് ഞങ്ങളുടെ ആദ്യ വീഡിയോ ആണ്. ഒത്തിരി പ്രശ്നമുണ്ട്. കാരണം സൗണ്ടിൻ്റെ പരിപാടിയൊക്കെ നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളൂ, എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. അതുപോലെ തന്നെ വീഡിയോ എടുക്കുന്നത് എനിക്കും ചക്കുവിനൊന്നും ഇതിനെപ്പറ്റി ഒരു ആരും ഐഡിയ ഇല്ല, എങ്ങനെ വീഡിയോ എടുക്കുന്നതെന്നുള്ളത്. നമ്മൾ ട്രൈ ചെയ്യണം. തെറ്റൊക്കെ കാണും ഒത്തിരി കേട്ടല്ലോ. റോഡിൽ ഇഷ്ടംപോലെ ട്രാക്ടറുള്ളത്. ഹരിയാനയിലേക്ക് പോകുന്ന ഒത്തിരി ട്രാക്ടർ. ഹരിയാന പഞ്ചാബൊക്കെ ട്രാക്ടറുകൾ മാത്രമേ ഉള്ളൂ. എല്ലാ വീട്ടിലും ഒരെണ്ണമെങ്കിലും കാണും. നമ്മുടെ നാട്ടിലെ സ്കൂട്ടിയൊക്കെ പോലെ തന്നെ. നമ്മളങ്ങനെ മൂർത്തിലെത്തി. ഞങ്ങൾ ഹൈവേയിൽ നിന്ന് റോഡിലോട്ട് സൈഡിലോട്ടോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ നിർത്തണം. എന്നിട്ട് വേണം നമുക്ക് ഇവിടുന്ന് ശിവതാപ ഒന്ന് സെർച്ച് ചെയ്യണം. റൂട്ട് എങ്ങോട്ടൊന്നും നമുക്ക് ഇവിടുന്ന് മൂത്ര വരെ ഇട്ടിട്ടുണ്ട്. നമ്മളങ്ങനെ ശിവതാപ ലക്ഷ്യമായി നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അടുത്ത് തന്നെയാണ്, അതിന് ദൂരമില്ല. 600 മീറ്റർ കാണിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ ശിവതാപയിലെത്തി. ഇവിടുന്ന്
ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുത്തെ സ്പെഷ്യലാണ് പൊറോട്ട. അത് ട്രൈ ചെയ്യണം. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ. ബൈ.